ഏകദേശം രാവിലെ 10 മണിക്ക് പുറപ്പെട്ട് രാത്രി 11:30-12 മണിക്കുള്ളിൽ എരുമേലിയിലെത്തുകയും വാവരുപള്ളിയിൽ കയറി പിന്നീട് അവിടുത്തെ പേട്ടതുള്ളലും കഴിഞ്ഞു എരുമേലി ധർമ്മശാസ്ത്ര നേരെ പമ്പയിലേക്ക്. പുലർച്ചെ 2 മണിക്ക് നമ്മൾ പമ്പയിലെത്തുകയും അവിടെ പാർക്കിംഗ് സൗകര്യം അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ നിലയ്ക്കൽ പാർക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മളെ 2 സ്വാമിമാർ നിലയ്ക്കൽ പോയിട്ടുള്ളത്. വരുന്നതിന് മുന്നേ നമ്മളെ പമ്പയിലെ കുളിയും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയായി നിന്നു. മറ്റ് സ്വാമിമാർ എത്തി ഏകദേശം 5 മണിക്ക് പമ്പയിലെ ഗണപതിക്ക് മുന്നിൽ നാളികേരമുടച്ച് ശബരിമലയിലേക്ക് യാത്ര തുടർന്നു. കാണാൻ കഴിഞ്ഞത് ഓൺലൈനായി ബുക്ക് ചെയ്ത വിർച്വൽ ക്യൂ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ ഓൺലൈൻ ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ ആ ഒരു ക്യൂവിൽ നമ്മൾ സന്നിധാനത്തേക്ക് യാത്ര തുടർന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. സ്വാമിയുടെ ശരണം വിളികളോടുകൂടി നമ്മൾ നടന്നുകൊണ്ടേയിരുന്നു. അപ്പാച്ചിമേട് ശരംകുത്തിയാൽ അങ്ങനെ എല്ലാവിടെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ കയറി ഏകദേശം 8-8:30 സന്നിധാനത്തെത്തി. 18-ാം പടിക്ക് മുന്നിൽ തേങ്ങ ഉടച്ച് നമ്മൾ സന്നിധാനത്തേക്ക് എത്തുകയും പിന്നീട് നെയ്യഭിഷേകം ചെയ്യാനുള്ള തേങ്ങയിൽ നിന്ന് നെയ്യ് മറ്റൊരു പാത്രത്തിലേക്ക് പകർന്നു വെച്ച് 11 മണിക്ക് നെയ്യഭിഷേകത്തിനായി നമ്മൾ കൊണ്ടുപോയി. നല്ലൊരു അയ്യപ്പ ദർശനം കിട്ടി. ഏകദേശം കുറേ സമയം നമ്മൾ അവിടെ തന്നെ ചിലവഴിച്ചു. പിന്നീട് നമ്മൾ മലയിറങ്ങി. തത്വമസി എന്ന അതും നീ തന്നെയാകുന്നു എന്ന അർത്ഥവത്തായ ഉൾക്കൊണ്ട് നമ്മൾ ശബരിമലയിൽ നിന്ന് പടിയിറങ്ങി. പമ്പയിൽ നിന്ന് KSRTC ബസ്സിൽ നേരെ നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക്